അടുത്തത് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ നമ്പർ കൊടുക്കുമ്പോൾ, അതായത് ഒരു കാർബൺ ചെയിനകത്ത് ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ എങ്ങനെ പേര് കൊടുക്കും എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കാർബണിന്റെ ബാലൻസ് നമുക്കറിയാം. അതിന് ചുറ്റും 4 ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്ത് വരികയാണെങ്കിൽ ഒരു കാർബണും സിംഗിൾ ബോണ്ടഡ് ആയതുകൊണ്ട് ഇതിന്റെ ഇക്വേഷൻ വരിക CH4, അല്ലെങ്കിൽ ഇതിന്റെ പേര് വരുന്നത് മീഥൈൻ എന്നാണ്, അല്ലെ? ഈ ഒരു ഹൈഡ്രജൻ അവിടെ നിന്ന് റിമൂവ് ആയിട്ട് അവിടെ ഒരു OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് വരികയാണെങ്കിൽ അതിന്റെ പേര് വരിക, ഹൈഡ്രജന് പകരം ഒരു OH ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്ത് വരുന്നെങ്കിൽ അതിന്റെ പേര്, ഒരു കാർബൺ ആയതുകൊണ്ട് റൂട്ട് വേർഡ് എപ്പോഴും മെത്ത തന്നെ ആയിരിക്കും. പക്ഷെ OH ആണ് അറ്റാച്ച് ചെയ്ത് വരുന്നെങ്കിൽ അതിന്റെ പേര് എങ്ങനെ മാറും? മെത്തനോ. ഇനി ഇതിന് പകരം നമുക്കൊരു ഹാലജൻ ആണ് അറ്റാച്ച് ചെയ്ത് വരുന്നെങ്കിൽ, അതായത് ഒരു ബ്രോമിനോ ക്ലോറിനോ ആണ് അറ്റാച്ച് ചെയ്ത് വരുന്നെങ്കിൽ അതിന്റെ പേര് മാറുക ബ്രോമോ മീഥേൻ എന്നായിരിക്കും. അപ്പൊ ഇതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക്. അതിൽ ഫസ്റ്റ് ഗ്രൂപ്പ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് വരുന്നതാണ് കേട്ടോ. അതായത് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് പേര് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് കേട്ടോ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. OH ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്ത് വരുന്നതെങ്കിൽ നമ്മൾ അവിടെ സഫിക്സിൽ യൂസ് ചെയ്യുന്നത് ഓൾ എന്നാണ്. അതായത് റൂട്ട് വേർഡിന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യും? ഓൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ റൂട്ട് വേർഡ് മീഥേൻ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഓൾ ആഡ് ചെയ്ത് മെത്തനോള് കൊടുക്കുക. ഓക്കെ. റൂട്ട് വേർഡ് ഈഥേൻ ആണെങ്കിൽ അതിൻ്റെ കൂടെ, ഫോർ എക്സാമ്പിൾ CH3OH ആണ്. ഇപ്പൊ ഇവിടെ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? ഒരു കാർബൺ ഉണ്ട്. അതിന്റെ റൂട്ട് വേർഡ് മെത്താണ്. മീഥെയിൻ ആണ്. ഈ മീഥെയിനിലെ ഈ കട്ട് ചെയ്തതിന് ശേഷം OHന്റെ ഓൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്റെ പേര് എങ്ങനെ വരും? മെത്തനോൾ എന്നായിരിക്കും എന്റെ പേര് വരാം. ഇപ്പൊ CH3CH2OH ആണെങ്കിൽ നമുക്ക് 2 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്. ഈഥേൻ ആണ് അതിന്റെ ശരിക്കും നെയിമിങ്. പക്ഷെ OH അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ ഓൾ ആഡ് ചെയ്ത എത്തനോൾ എന്നായിരിക്കും വരിക. എത്തനോള്, പ്രൊപ്പനോൾ, ബ്യൂത്തനോൾ, ഇങ്ങനെ OH വരുന്നതിനനുസരിച്ച് ഓൾ ആഡ് ചെയ്ത് പോയാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിന്റെ നെയിമിങ് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ സ്ഥലം മാറുന്നതിനനുസരിച്ച്, പ്ലേസ് മാറുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പേരിൽ ചെറിയ ഡിഫറൻസ് കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ കാണാൻ പറ്റും. ആദ്യത്തെ കോമ്പൗണ്ടിനകത്ത് 1, 2 and 3 മൂന്നാമത്തെ പൊസിഷനിൽ, അതായത് സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ട് നിങ്ങൾക്ക് OH അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. സെക്കൻഡ് കോമ്പൗണ്ടിൽ ബ്രാഞ്ച് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ ആദ്യത്തെ കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോമിൽ എന്താണ്? എത്ര കാർബൺ ആറ്റംസ് വരുന്നുണ്ട്? H8 C3H8O അല്ലെ? കറക്റ്റ് മോളിക്കുലർ ഫോമുല വരാം. 3 കാർബൺ ആറ്റംസ്, 8 ഹൈഡ്രജൻ ആറ്റം. സെക്കൻഡില് 3 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്, 8 ഹൈഡ്രജൻ ആറ്റംസ് വരുന്നുണ്ട്. ഒരു ഓപ്ഷൻ മോളിക്കുലർ ഫോമുല സെയിം ആണ്, പക്ഷെ ഡിഫറൻസ് ആകെ വന്നിരിക്കുന്ന എന്തിലാണ്? അതിന്റെ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് വരുന്ന രീതിയിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് സ്ട്രെയിറ്റ് ചെയിൻ ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ അതിന്റെ ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്മൾ നമ്പറിങ് കൊടുക്കണം. ആ റൂള് നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പൊ ഇവിടുത്തെ കോമ്പൗണ്ട് CH3CH2CH2OH എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന് ലോവസ്റ്റ് നമ്പർ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യണം. 1, 2 and 3. 1, 2, 3 ഇതെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള മാർഗമാണ്. ഗ്രൂപ്പിന് സ്മോളസ്റ്റ് നമ്പറിങ് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ നമ്പറിങ് കൊടുക്കുകയാണെങ്കിൽ 1, 2 and 3. ഓക്കെ. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് എന്ന് പറയുന്നത് 3 ആണ്. 3 കാർബൺ വരുമ്പോൾ നമ്മൾ അതിന്റെ പേര് വരും എന്താ? പ്രൊപ്പെയിൻ എന്നാണ് പേര് വരിക. OH ഗ്രൂപ്പ് ആഡ് ചെയ്യുമ്പോൾ ഏത് പൊസിഷനിലാണോ വരുന്നത് അതും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ പേര് എങ്ങനെ വരും? പ്രൊപ്പൻ 1 ഹോൾ. ഓക്കെ. അപ്പൊ സെക്കൻഡ് കോമ്പൗണ്ടിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഇവിടെ ഏത് നമ്പറാ വരിക? 1, 2, 3. സെക്കൻഡ് പൊസിഷനിലാണ് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് വരുന്നത്. അപ്പൊ ഇവിടുത്തെ പേര് വരുന്നത് പ്രൊപ്പൻ 2 ഓൾ എന്നാണ് ഇവിടെ പേര് വരാം. ഓക്കെ. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് വേറൊരു കോമ്പൗണ്ട് കാണാൻ പറ്റും. 1, 2, 3, 4 and 5. ഇങ്ങനെ നിങ്ങൾക്ക് ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ കൊടുക്കാം. റൈറ്റ് ടു ലെഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ 1, 2, 3, 4 and 5. സെക്കൻഡ് പൊസിഷനിലാണ് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് വരുന്നത്. കറക്റ്റ് വേ എന്ന് പറയുന്നത് റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. അതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് പെന്റൻ 2 ഓൾ എന്നായിരിക്കും. അപ്പൊ ഈ രീതിക്ക് ഗ്രൂപ്പിന് ലോവസ്റ്റ് നമ്പർ കൊടുക്കുന്ന രീതിയിൽ നമ്പർ കൊടുക്കുക, പേര് കൊടുക്കുക, ഓള് ചേർത്ത് പേര് കൊടുക്കുക.